നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി മീൻസ് പ്ലസ് ടു സേ എഴുതുന്ന കുട്ടികളും അതേപോലെ റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയുള്ള രണ്ട് കുട്ടി ചോദ്യങ്ങളാണ്. രണ്ടും ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പക്ഷെ ചെറിയ മാർക്കിനുള്ളതാണ്. ഇതേപോലൊക്കെ ഇങ്ങനെ കുറെ ക്വസ്റ്റൻസുകൾ ഈ 1 മാർക്കിന് 2 മാർക്കിന് കിട്ടും. ഇതൊക്കെ നന്നായിട്ട് പഠിച്ചോണം. അല്ല വലിയ മാർക്ക് മാത്രം ചെയ്യാനല്ല, ചെറിയ മാർക്ക് കൂടെ നമുക്ക് എളുപ്പം ഇങ്ങനെ കൂട്ടിക്കൂട്ടി വരാം നമ്മുടെ മാർക്സ്. ഓക്കെ, അതിലെ 2 ചോദ്യങ്ങളാണ്. ഇത് പലർക്കും അറിയത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുകയും ചെയ്യും. നോക്കിക്കേ, ഇഫ് എ ഇസ് എ 3x3 മെട്രിക്സ്, 3x3 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, 3 റോയും 3 കോളം. ഓക്കെ, ആൻഡ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു -4. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈസ് ഡാഷ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ ഈ റിസൾട്ട് ആണ് നമുക്ക് പലർക്കും അറിയാത്തത്. വാട്ട് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ? അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിന്റെ ഫോർമുല എഴുതാം. ഡിറ്റർമിനന്റ് ഓഫ് adjoint of A is equal to determinant raised to n-1. ഇങ്ങനെ റിസൾട്ട് ഉണ്ട് കേട്ടോ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റേയും ഡിറ്റർമിനന്റേയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ എഴുതിയേക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ വായിച്ച ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഹോൾ റൈസ് ടു n-1. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ആർക്കെങ്കിലും മാത്സിന് അടിപൊളിയായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. മാക്സിമം നിങ്ങൾക്ക് മെറ്റീരിയൽ തന്ന്, മീൻസ് ക്ലാസ്സസ് എല്ലാം തന്ന്, റിവിഷൻ ക്ലാസ്സസ് തന്ന്, ഇക്വേഷൻ ബുക്കിലെറ്റ് തന്ന്, ക്വസ്റ്റ്യൻ പാക്കേജ് തന്ന്, റിവിഷൻ ക്ലാസ്സസ് തന്ന്, എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ക്ലാസ് തന്ന് അടിപൊളിയായിട്ട് മാത്സിനെ പഠിച്ചു പോകാൻ പറ്റും. താഴെ തന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡിറ്റർമിനന്റ് ഹോൾ റൈസ് n-1. ഇവിടെ ഡിറ്റർമിനന്റ് ഈസ് ഗിവൺ ടു ബി -4. അപ്പൊ എന്താണ്ട് ഇവിടോട്ട് നിങ്ങൾക്ക് ആരെന്ന് എഴുതാൻ മോനെ? -4 റൈസ് ടു ഈ n എന്ന് പറഞ്ഞാൽ ഇതാ മോനെ, ഇതാണ് n ഓർഡർ. ഓക്കെ, 3/3 എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ 3 ആണ്. അപ്പൊ n-1 എന്ന് പറഞ്ഞാൽ 3 - 1. ദാറ്റ് ഈസ് 3 - 1 എത്ര വരും മോനെ? 2. ദാറ്റ് ഈസ് -4 സ്ക്വയർ. ആൻസർ ഈസ് ആരാണ്? 16. ദാറ്റ്സ് ഓൾ. തീർന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. സാധാരണ ഒരു ക്വസ്റ്റനാണ്, എന്നാലും ഞാൻ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പൊ 4 പേര് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യണം മോനെ? മൈനസ് ചെയ്യണം. അപ്പൊ ആദ്യം കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, ആൻസർ ആരായി? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഈ 2 മൈനസ് പ്ലസ് ആയിക്കൊണ്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതാർക്കും അറിയാൻ വയ്യതല്ലേ? 1. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എത്ര മോനെ? 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങൾ ചെയ്ത് നല്ല പ്രാക്ടീസ് ആവണം, എന്നെങ്കിലും വലിയ ചോദ്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളല്ലാതെ എക്സാമിന് വേണ്ടി അവിടുന്നും ഇവിടുന്നും ഒക്കെ ഓരോ ചോദ്യങ്ങൾ ഉറപ്പായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയൊന്നും എക്സാമിനൊന്നും നിങ്ങൾ ഒരിക്കലും സക്സസ് ആവില്ല. നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്ന മണ്ടത്തരം ചെയ്യരുത് കേട്ടോ. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചോണം. അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മീൻസ് ഞാൻ പറഞ്ഞ ആരെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം അത്രയും പേര് തോറ്റു. ഞാൻ ഇനിയിപ്പോൾ എണ്ണം പറയുന്നില്ല എപ്പോഴും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നല്ലപോലെ വർക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.